ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീറ്റ് നോക്കുമ്പോൾ കട്ടിലിനരികിൽ നിൽക്കുന്ന അച്ഛനെയാണ് അവൾ കാണുന്നത്. ഒരു വശലൻ ചിരിയോടെ തന്നെയും അനിയത്തെയും ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ട് അച്ഛൻ ഇങ്ങനെ കട്ടിലിനോട് ചേർന്ന് നിൽക്കുകയാണ്. അയാളുടെ ആ വൃത്തികെട്ട നോട്ടം താങ്കളുടെ മാരടത്തിലേക്കാണ് പതിഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ വൃത്തികെട്ട നോട്ടം താൻ കാണുന്നതാണല്ലോ. ഉറക്കത്തിനിടയിൽ അറിയാതെ നിര തെറ്റിപ്പോകുന്ന വസ്ത്രങ്ങൾക്കിടയിലൂടെ ദൃശ്യമാകുന്ന താങ്കളുടെ അർദ്ധനഗ്ന ശരീരവും നോക്കി നിൽക്കുന്ന അച്ഛനെ കണ്ടു എത്ര തവണ താനും അനിത്യവും ഞെട്ടി ഉണർന്നിരിക്കുന്നു. കൊല്ലത്ത് 15-16 വയസ്സ് മാത്രം പ്രായമുള്ള 2 കുഞ്ഞു പെൺമക്കൾക്ക് സ്വന്തം അച്ഛനിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരതയെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത്. അച്ഛനെ ഭയന്ന് വീട്ടിലിരിക്കാനും വീട്ടിൽ നിന്ന് പുറത്തു പോകാനും കഴിയാത്ത അവസ്ഥ. സ്വന്തം മക്കൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കാത്തിരുന്ന് ഉപദ്രവിക്കുന്ന അച്ഛൻ. വീട്ടിലാണെങ്കിൽ മദ്യപിച്ചു വന്ന് അമ്മയെയും തങ്ങളെയും ഉപദ്രവിക്കും. അച്ഛനെ പേടിച്ച് സ്കൂളിലേക്കുള്ള പോക്ക് മുടങ്ങി. അറ്റൻഡൻസ് കുറവായതുകൊണ്ട് തന്നെ SLC എക്സാം എഴുതാനും കഴിഞ്ഞില്ല. അധ്യാപകരിൽ നിന്നോ നാട്ടിലെ മറ്റ് രാഷ്ട്രീയ പ്രമുഖരിൽ നിന്നോ യാതൊരു സപ്പോർട്ടും ലഭിക്കാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒന്നും ആരോടും തുറന്നു പറയാൻ കഴിയാതെ നീറി കഴിയുകയാണ് ഈ 2 പെൺമക്കൾ. ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഭർത്താവിനെയും പേടിച്ച് 2 പെൺമക്കളെയും വാരി പിടിച്ചുകൊണ്ട് ഓടി തളർന്ന ഒരു അമ്മയുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ ഒരു വാടക വീട്ടിലാണ് ഇപ്പൊ അവർ താമസിക്കുന്നത്. ഇത് 4ാമത്തെ വാടക വീടാണ്. ഭർത്താവിനെ പേടിച്ച് ഇടയ്ക്കിടെ വീട് മാറേണ്ടി വരികയാണ്. പക്ഷെ ഇനി ഓടാൻ വയ്യ. ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഇവർ സ്വന്തം അനുഭവങ്ങൾ വിസ്മയ ന്യൂസുമായി പങ്കുവെക്കുന്നത്. ഈ അമ്മക്കും മക്കൾക്കും എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. മക്കളെ, ശരിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്കൂളിൽ പോലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത്? അച്ഛൻ വഴിയിൽ അങ്ങനെ നിന്ന് ശല്യം ചെയ്തെന്ന് പേടിച്ചാണ് ഞങ്ങൾ പോകാതിരുന്നത്. അച്ഛനെ പേടിയാണ് ഞങ്ങൾക്ക്. അച്ഛൻ കാണുമ്പോൾ തന്നെ നമ്മൾ ദൂരെ കൂടെയാ പോണേ. അങ്ങനെ അത്രയ്ക്കും പേടിച്ചിട്ടാണ് ഞങ്ങൾ വളർന്നത്. അച്ഛൻ ശരിക്കും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു അല്ലേ? ശാരീരികമായി ശരീരത്ത് പിടിയാതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ അച്ഛൻ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് ചെറിയ കാലം മുതലേ ഉണ്ടായിരുന്നു? കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. അതിനൊന്നും വഴങ്ങാത്തോണ്ട് അച്ഛൻ എങ്ങനെ നമ്മളടുത്ത് കാണിക്കുന്നു. ഓക്കെ, ഒരു അച്ഛനെ കുറിച്ചുള്ള സ്വന്തം മക്കളുടെ വാക്കുകളാണ് നമ്മളിപ്പോ കേട്ടത്. അച്ഛനെ പേടിച്ച് മക്കൾക്ക് വഴി നടക്കാൻ വയ്യ. എന്തൊരവസ്ഥ ആണല്ലേ. ആ അച്ഛന് വാത്സല്യത്തോടെ ആയിരുന്നില്ല അയാളുടെ മക്കളെ നോക്കിയിരുന്നത്. ചെറുപ്പം തൊട്ടേ അച്ഛനിൽ നിന്നും മോശമായ രീതിയിലുള്ള തൊടലും പിടിക്കലും ഒക്കെ നേരിടേണ്ടി വന്ന മക്കൾ അവർ വലുതായപ്പോൾ അച്ഛനെ എതിർക്കാൻ തുടങ്ങി. അതോടെ അയാൾ ഉപദ്രവം തുടങ്ങി. തന്റെ കാര്യങ്ങൾ പഴയ പോലെ നടക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ. അച്ഛനെ ദൂരെ നിന്ന് കാണുന്നത് പോലും മക്കൾക്ക് പേടിയാണ്. എങ്ങനെ പേടിക്കാതിരിക്കും? അച്ഛനിൽ നിന്നും നല്ല അനുഭവങ്ങളൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ലല്ലോ. എന്തൊരവസ്ഥയാണല്ലേ. വായിക്കാൻ നോക്കാം. മക്കളെ, ശരിക്കും ഞങ്ങൾ കൂടുതലൊന്നും തന്നെ ചോദിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ സ്കൂളില് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ടീച്ചറോടോ ആരോടെങ്കിലും നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുകൂടായിരുന്നു? അത് ഈ പറയാതെ പേടിച്ചിട്ട് പിന്നെ അതൊന്നും പറയാതെ ഒളിച്ച് മനസ്സിൽ വെച്ചിരുന്നു. ആരുടെടുത്തും ഇങ്ങനെ പറഞ്ഞില്ല. നമ്മുടെ ബന്ധുക്കളോടോ അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും, അച്ഛനോടോ അമ്മയോടോ ആരെങ്കിലും പറഞ്ഞോ കാര്യങ്ങളൊക്കെ? അമ്മയുടെ അടുത്ത് ഈ ബുദ്ധിമുട്ട് നമ്മൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ പറഞ്ഞ് സഹിക്കുക, അല്ലാതെ എന്താ മക്കളെ ചെയ്യാന്ന് അമ്മ നമ്മുടെ അടുത്ത് പറഞ്ഞു. ഇവിടുത്തെ നാട്ടുകാരോ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളൂ. ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ആരോടും. ഇല്ല. എവിടെ ആരോടും പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല അവർക്ക്. എങ്ങനെ പറയും? എന്ത് പറയും? ആ കുട്ടിയുടെ പ്രായം നിങ്ങൾ ആലോചിച്ച് നോക്കണം. എല്ലാം അറിയുന്ന അമ്മയാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായമായി നിൽക്കുകയാണ്. ഇവരുടെ അവസ്ഥ കണ്ടറിഞ്ഞ് നാട്ടുകാരും ഇടപെട്ടില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പഞ്ചായത്ത് മെമ്പർ ഉണ്ടാവില്ല അവിടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ഇവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അയാളുടെ കടമയല്ലേ. അവർ താമസിക്കുന്ന വീടിന്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. ഒരു വീഡിയോ കണ്ടോക്കാം. എന്തായാലേ ഇങ്ങനെയൊക്കെ ഒരു വീട്ടിൽ ജീവിക്കേണ്ട അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. ഒട്ടും അടച്ചുറപ്പില്ലാത്തൊരു വീട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് ആരും ഇവരുടെ വിഷയത്തിൽ ഇടപെടുന്നില്ല? നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്ന കുടുംബം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരും പഞ്ചായത്തും ഒക്കെ ഒരുമിച്ച് അവരെ സഹായിക്കാനായി ഇറങ്ങാറുണ്ട്. ഇവിടെ നമുക്ക് ഭർത്താവിനെതിരെ പോലീസിൽ പരാതിപ്പെടാൻ പോലും അറിയുന്നുണ്ടാവില്ല. അവർ നിരക്ഷയാണ്. അത് മാത്രമല്ല പേടിയും ഉണ്ടാകും. പിന്നെ ഭർത്താവിനെതിരെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തോന്നലും ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് വേണ്ട നിയമസഹായങ്ങൾ അടക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം അവിടുത്തെ നാട്ടുകാർക്കും അവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കും തന്നെയാണ്. ആ പെൺമക്കളെ കുറിച്ചൊന്നും ഓർത്താ പോരെ. നമ്മുടെ വീടുകളിലും ഇല്ലേ ഇതുപോലുള്ള ചെറിയ പെൺകുട്ടികൾ? എത്രയോ ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് ആ പാവങ്ങൾക്ക്. അതിനെ കുറിച്ച് അവർ പറയുന്നത് കേട്ടോക്കാം. 1 മാസത്തോളം പട്ടിണിയായിരുന്നു. അച്ഛമ്മയുടെ അടുത്തും അച്ചാച്ചൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞ് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നു. അച്ഛൻ കള്ളും കുടിച്ച് ഇങ്ങനെ നടക്കും. അച്ഛൻ പോലും നമ്മളെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല. അങ്ങനെ നമ്മളെ കിട്ടിക്കഴിഞ്ഞു.
അതാണ് നാം അനുഭവിക്കാത്തതൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണെന്ന് പറയുന്നത് വെറുതെയല്ല. പട്ടിണി നമ്മളിൽ പലരും അനുഭവിച്ചിട്ടില്ല. പട്ടിണിയുടെ അരക്ഷിതാവസ്ഥയും ഭീതിയും എത്രത്തോളമാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയൊന്നും നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ. പക്ഷെ നമ്മുടെ ചുറ്റുപാടിൽ ഇതുപോലെ പട്ടിണിയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. അവരെ നമുക്ക് സഹായിക്കാൻ കഴിയും. ഉള്ളവർ ഇല്ലാത്തവരെ സഹായിക്കുക എന്നുള്ളത് എല്ലാ മതങ്ങളിലും ഒരുപോലെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികളെ പോലെ കഷ്ടത അനുഭവിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ സഹായങ്ങൾ ലഭിക്കേണ്ടത്. നമ്മൾ ശീതീകരിച്ച മുറികളിൽ കിടന്നുറങ്ങുമ്പോൾ അവർ ചേർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് കീഴെ സ്വന്തം അച്ഛനെയും ഭയന്ന് ഒന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ പോലും കഴിയാതെയാണ് ജീവിക്കുന്നത്. ഇങ്ങനെ എത്ര ജീവിതങ്ങൾ. ഇനി പെൺകുട്ടിയുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് കേട്ടോക്കാം. കാലം മുതൽ മോളെ, എൻ്റെ മൂത്ത മോളെ എനിക്ക് വയറ്റിൽ 2 മാസം മുതൽ തുടങ്ങിയ അനുഭവങ്ങളാണിത്. ജീവിക്കാൻ ഒരു വിധത്തിൽ സമ്മതിക്കില്ല. അയാൾക്ക് മദ്യം വേണം, വീട്ടിൽ കയറി വരുമ്പോൾ ആഹാരം വേണം, അയാളുടെ രീതിയിൽ നിൽക്കാൻ ഒരു പെണ്ണ് വേണം. അത് മാത്രമേ അയാളുടെ ഉദ്ദേശമുള്ളൂ. പല രീതിയിൽ ഈ മൊബൈലിൽ കാണുന്ന ചാനലുകളൊക്കെ കണ്ടിട്ട് അതേ രീതിയിൽ മോളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു ഗർഭിണിയെ കൊണ്ട് പറ്റുമോ മോളെ അങ്ങനെ നിൽക്കുക? അതേ രീതിയിൽ വരെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത്, അമ്മയുടെ അടുത്ത്, എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. നിരന്തരം ഇങ്ങനെ പീഡനം ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഞാൻ വരുന്നു, എനിക്ക് ഇയാളെ വേണ്ട. അപ്പോഴമ്മ എന്നെ വഴക്ക് പറഞ്ഞ് എന്നെ പായിച്ചു വിട്ടിട്ടുണ്ട്. ഇന്നലെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞ് എനിക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടെന്നും പറഞ്ഞ് എങ്ങനെ ജീവിക്കും മോളെ ഈ കാട്ടാളൻ്റെ കൂടെ? ഈ അമ്മയുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ആ കാട്ടാളന്റെ കൂടെ എങ്ങനെ ജീവിക്കും? ഗർഭിണി ആയിരുന്ന സമയത്ത് പോലും തന്നോട് ലൈംഗിക വൈകൃതം കാണിച്ചൊരു മനുഷ്യനെ കാട്ടാളൻ എന്നല്ലാതെ പിന്നെ എന്താണ് ഈ സ്ത്രീക്ക് വിളിക്കാൻ കഴിയുക? പിന്നീട് താൻ പെറ്റുപോറ്റിയ പെൺമക്കളോടും ലൈംഗിക മോഹം കാണിച്ച ഇയാളെ പിന്നെ കാട്ടാളൻ എന്നല്ലാതെ വേറെ എന്താണ് ഒരു അമ്മക്ക് വിളിക്കാൻ കഴിയുക? ഭർത്താവിന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ശ്രമിച്ചതായിരുന്നു അവർ. പക്ഷെ സ്വന്തം അമ്മ തന്നെ ആട്ടി ഓടിച്ചു. നിനക്ക് ജീവിക്കാൻ അറിയാത്തത് കൊണ്ടാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇനി താൻ എന്ത് ചെയ്യുമെന്ന് ഈ അമ്മക്ക് അറിയില്ല. ഇവർ ജീവിച്ചു വന്ന സാഹചര്യം കാരണം ഇവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചില്ല. ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇതാ സ്വന്തം മക്കൾ അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. നിസ്സഹായമായി നോക്കി നിൽക്കാൻ മാത്രമേ ഇവർക്ക് കഴിയുന്നുള്ളൂ. SSLC എക്സാം പോലും ആ പെൺകുട്ടികൾക്ക് എഴുതാൻ കഴിഞ്ഞില്ല. ഞാൻ ആലോചിക്കുന്നത് അവർ പഠിക്കുന്ന സ്കൂളിനെ കുറിച്ചാണ്. എന്തുകൊണ്ട് ആ കുട്ടികളുടെ അറ്റൻഡൻസ് കുറഞ്ഞു വന്നു, എന്തുകൊണ്ട് അവർക്ക് എക്സാം എഴുതാൻ കഴിഞ്ഞില്ല എന്നുമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ആ സ്കൂളിലും അവിടുത്തെ അധ്യാപകർക്കും ഇല്ലേ? ആ അമ്മ തന്റെ മക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം സ്കൂൾ അറിയിച്ചതാണ്. പക്ഷെ അവിടെ നിന്നും യാതൊരു സപ്പോർട്ടും ഇവർക്ക് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അമ്മയുടെ വാക്കുകളൊന്ന് കേട്ടോക്കാം. സ്കൂളിൽ ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇതുപോലെയാണ്, അവർക്ക് ഇങ്ങനെ നിരന്തരം പറഞ്ഞോ? സ്കൂളിൽ ഞാൻ പറഞ്ഞു, HMന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ ടീച്ചറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എന്താണ് കാരണം? ടീച്ചർ നിങ്ങൾ ഒന്ന് എൻ്റെ വീട് വരെ ഒന്ന് വാ എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇപ്പൊ മോളടുത്ത് സംസാരിച്ച ടീച്ചർ വിളിച്ച് എന്നോട് പറഞ്ഞത് എന്നെ വഴക്ക് പറയും. എന്നെ വഴക്ക് പറയും, നിങ്ങള് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ അമ്മയെന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ടീച്ചർ എൻ്റെ സാഹചര്യങ്ങൾ ഇതാ. കുഞ്ഞുങ്ങൾ ഈ വീട്ടിൽ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ സ്കൂളിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? സ്കൂളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അവരെന്റെ അടുത്ത് പറഞ്ഞു കൗൺസിലിങ്ങിന് കൊണ്ടുപോവാം, അത് ഇത്തിരി പൈസ ചെലവൊക്കെയാണ്, അത് കുഴപ്പമില്ല, ഞങ്ങൾ എന്തെങ്കിലും കൗൺസിലിംഗ് ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നു. അതിന് 1-2 തവണ അവർ ഇരുന്നിട്ട് അതിന്റെ വൈകിട്ട് സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേന് ഞാൻ ചോദിച്ചു, എന്ത് മോളെ? അത് അമ്മ അത് പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞു, മക്കള് പറ, കാര്യം പറഞ്ഞു എൻ്റെ അടുത്ത് പറ, അല്ലെങ്കിൽ അമ്മൂമ്മ ഉണ്ടല്ലോ അമ്മൂമ്മ എടുത്ത് പറ. അച്ഛൻ വഴിക്ക് വെച്ച് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്ന, ഞങ്ങൾ ഇനി സ്കൂളിൽ പോകണില്ല, ഞങ്ങൾക്ക് പഠിക്കണ്ട എന്ന് പറഞ്ഞവരങ്ങ് ഒഴിവായി. അതിനുശേഷം അവരിങ്ങനെ ഒന്നിടവിട്ട് സ്കൂളിൽ പോകും. ശരിക്കുള്ള ഹാജര് പോലും ഇല്ല ഈ കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് അവർക്ക് ഒന്ന് വന്ന് അന്വേഷിക്കാം. ആരും ഇതുവരെ ഒന്നും ഇറങ്ങി തിരക്കിയിട്ടില്ല. ഇങ്ങനെയാണ് ഒരു ടീച്ചർമാര്. ഞങ്ങളുടെ അവസ്ഥ എന്തെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. ടീച്ചറിന് നല്ലതുപോലെ അറിയാം എൻ്റെ കാര്യങ്ങൾ. അവരിറങ്ങി അന്വേഷിച്ചിട്ടില്ല. തീർച്ചയായും ഈ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം സ്കൂൾ അധികൃതർക്കുണ്ട്. അധ്യാപകർ കൃത്യമായി ഇടപെടേണ്ട വിഷയമായിരുന്നു അത്. ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും അവർ ചെയ്തു കൊടുക്കണമായിരുന്നു. അതിനു വേണ്ട സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ട്. അത് കൃത്യമായി ഉപയോഗിച്ചാൽ മാത്രം മതി. ചൈൽഡ് ലൈനും പട്ടികജാതി പുനരധിവാസ കമ്മീഷനും ഒക്കെ ഈ നാട്ടിലുണ്ടല്ലോ. ആ വാതിലുകളിൽ ചെന്ന് മുട്ടാനുള്ള വഴിയെങ്കിലും അവിടുത്തെ നാട്ടുകാർക്കും സ്കൂൾ അധികൃതർക്കും ഒക്കെ കാണിച്ചു കൊടുക്കാമായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ ക്ലാസ്സിൽ എത്തുന്നില്ലെങ്കിൽ അത് അന്വേഷിച്ച് എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും അതെല്ലാം തരണം ചെയ്തു കൊടുത്ത് ആ കുട്ടികളെ സ്കൂളിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ അധ്യാപകർ തന്നെ മുന്നിട്ട് നിൽക്കണം. ഇനിയും വൈകിട്ടില്ല. ആ അമ്മക്കും കുട്ടികൾക്കും വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ഇനിയും അവസരങ്ങളുണ്ട്. അതിനുവേണ്ടി അവിടുത്തെ നാട്ടുകാരും ഭരണ സംവിധാനങ്ങളും ഇടപെടണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.